പാഠം 657. വെള്ളത്തിൽ വരയ്ക്കുന്ന വരകൾ. കൊലക്കേസ് പ്രതിയെ കോടതി വെറുതെ വിട്ടു. കുപ്രസിദ്ധമായ ദാസപ്പൻ വധക്കേസിലെ പ്രതി സുധാകരനെ സെഷൻ കോടതി വെറുതെ വിട്ടു. പ്രതിക്കെതിരായ കുറ്റകൃത്യം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നും സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതിയെ വെറുതെ വിടുകയാണെന്നും വിധിന്യായത്തിൽ പറയുന്നു. കഷ്ടം. വന്ന് ആർക്കും ആരെയും കൊല്ലാവുന്ന അവസ്ഥയായി. എന്ത് ചെയ്താലും രക്ഷിക്കാൻ വക്കീലന്മാരുണ്ടല്ലോ. എന്താണ് സാറേ രാവിലെ കുത്തിയിരുന്ന വക്കീലന്മാരെ കുറ്റം പറയണത്? എന്താണ് പ്രശ്നം? എങ്ങനെ പറയായിരിക്കും? നാട് നടുക്കിയ ഒരു കൊലക്കേസിലെ പ്രതിയാണ് സുധാകരൻ. അയാളെ കോടതി വെറുതെ വിട്ടെന്ന്. അതെന്താ? ഒരു കൊലപാതകം നടത്തിയിട്ട് ഒരു ശിക്ഷയില്ലാതെ സുധാകരൻ വെറുതെ അങ്ങ് ഇറങ്ങിപ്പോയെന്ന്. കൊലപാതകം നടത്തിയ സുധാകരനാണെന്ന പോലീസ് പറയുന്നല്ലേ മോഹനേട്ടാ? കോടതിക്ക് അത് ബോധ്യമായില്ല, അതുകൊണ്ട് വെറുതെ വിട്ടു. കോടതിക്ക് ബോധ്യമാവില്ല. എങ്ങനെ ബോധ്യമാവും? പ്രതിഭാഗം വക്കീൽ കള്ളസാക്ഷികളെയും കള്ള തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതാണല്ലോ വക്കീലന്മാരുടെ ജോലി. ആമേ, കൊല്ലപ്പെട്ട ദാസപ്പനും ഒരു കുടുംബം ഉണ്ടായിരുന്നു. അയാളുടെ ഭാര്യയും മക്കളും അനാഥരായി. അത് നിനക്കറിയാമോ? സുധാകരനെ രക്ഷിച്ച വക്കീലിന് അവരുടെ ശാപം കിട്ടും. മോഹനേട്ടൻ ഇങ്ങനെ വികാരപരമായി സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിയമത്തിന് അതിൻ്റെതായ വഴിയില്ലേ? ഒരാൾ കുറ്റകൃത്യം ചെയ്തു എന്ന് ഒരു സംശയമില്ലാതെ തെളിയിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ അയാളെ ശിക്ഷിക്കാൻ പറ്റൂ. അല്ലാതെ ജഡ്ജിക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റുമോ? നിയമം മനുഷ്യന് വേണ്ടിയാണ് നിയമം. കൊലക്കേസിലെ പ്രതിയെ രക്ഷിക്കുന്ന നിയമം എന്ത് നിയമമാണ്? നിയമം അങ്ങനെ ആണല്ലോ മോഹനേട്ടാ. മോഹനേട്ട തന്നെ ആലോചിച്ച് നോക്കി. ഒരാള് വില്ലേജ് ഓഫീസിലേക്ക് വരുന്നു. അയാൾക്ക് വേണ്ടത് ഒരു കൈവശാപായ സർട്ടിഫിക്കറ്റാ. വരുന്നയാള് വലിയ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ഒക്കെ ആണെന്ന് മോഹനേട്ടന് തന്നെ അറിയാം. പക്ഷേ അയാളുടെ കയ്യിൽ വേണ്ടപ്പെട്ട രേഖകളില്ല. മോഹനേട്ട സർട്ടിഫിക്കറ്റ് കൊടുക്കും? അതെ, കൊടുക്കാൻ പറ്റില്ല. വരുന്നയാളുടെ ഗതികേടോ കണ്ണീരോ മോഹനേട്ടനെ സ്വാധീനിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഈ കോടതിക്കാരു. മരിച്ച ദാസപ്പന്റെ ഭാര്യയുടെ കണ്ണീര് കണ്ട് മനസ്സലിഞ്ഞ് സുധാകരനെ ശിക്ഷിക്കാൻ ജഡ്ജിക്കും പറ്റില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് അന്യായമാണ്. നിങ്ങൾ വക്കീലന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ 100% ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. സത്യത്തിൽ സുധാകരന് വേണ്ടി കേസ് വാദിച്ച ആ വക്കീലിനെയാണ് ആദ്യം പിടിച്ച് ജയിലിടേണ്ടത്. അതെന്തായാലും കൊള്ളാം. എന്തുകൊണ്ടാണ്? ഈ നാട്ടിലെ വക്കീലന്മാരെ മുഴുവൻ നാട് കടത്തുകയോ ജയിലിൽ പിടിച്ചിടുകയോ ചെയ്താലേ നമ്മുടെ നാട് നന്നാവൂ. രക്ഷിക്കാൻ വക്കീലന്മാരില്ല എന്നറിഞ്ഞാൽ മനുഷ്യന്മാർ പിന്നെ തെറ്റിയില്ല. ആരെയും കൊല്ലുകയില്ല. ഈ വക്കീലന്മാരുണ്ടായിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല കേട്ടോ മോനട്ടാ. പക്ഷെ കൊലപാതകം ഉണ്ടായിട്ടോ മനുഷ്യരുണ്ടായ കാലം മുതലേ ഇത് തുടങ്ങിയതാണ്. അല്ലാതെ മോഹനേട്ടൻ പറയുന്ന പോലെ വക്കീലന്മാരുള്ളത് കൊണ്ടല്ല കൊലപാതകങ്ങൾ നടക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, മോഹനേട്ടൻ ദാസപ്പന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യം പറഞ്ഞല്ലോ. അവരനാഥരായി എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷെ നിരപരാധിയായ സുധാകരനെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം തീരുവോ? സുധാകരൻ ജയിലിലേക്ക് പോകുമ്പോൾ അയാളുടെ കുടുംബം അനാഥാവില്ലേ? പക്ഷെ സുധാകരൻ നിരപരാധി അല്ലല്ലോ. ആണെന്നല്ല ജഡ്ജി പറഞ്ഞത്. അത് ഞാൻ വിശ്വസിക്കില്ല. തൽക്കാലം സാർ അത് വിശ്വസിച്ചേ പറ്റൂ. കാരണം കൊലക്കേസിൽ വിധി പറയുന്നത് സെഷൻസ് ജഡ്ജിയാണ്, വില്ലേജ് ഓഫീസർ അല്ല. ഹലോ, മോഹനേഷിന്റെ വീടല്ലേ? അതെ, ആരാ? എന്റെ പേര് വേലായുധൻ. മോഹനേഷൻ ഉണ്ടോ? പത്രം വായിച്ചോണ്ടിരിക്കുക, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ ഇന്നലെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു, അതിനെപ്പറ്റി സംസാരിക്കാനാ. പത്രം വായന കഴിയുമ്പോഴേക്കും ഞാൻ വിളിക്കാം. ഓ ശരി. ഒരു വേലായുധനായിരുന്നു മോഹനേട്ടൻ. മോഹനേട്ടൻ പത്രം വായിക്കാന്ന് പറഞ്ഞപ്പോ പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു. ഇന്നലെ മോഹനേട്ടൻ എന്തോ പറഞ്ഞു ഏൽപ്പിച്ചെന്ന് മറ്റോ പറഞ്ഞത്. ഒരു നല്ല വക്കീല് വാദിച്ചാൽ കേസ് ജയിക്കുമെന്നാ പറയുന്നത്. എനിക്കാണെങ്കിൽ ഈ കേസ് ജയിച്ചേ പറ്റൂ മോഹനേഷ. എന്റെ അഭിമാന പ്രശ്നമായത്. സാർ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പറയാം. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷം 20 കഴിഞ്ഞു.
റിട്ടയർ ചെയ്യാൻ ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ. അതിനിടയിൽ എന്നെ ഒഴിവാക്കി വേറൊരാളെ ഹെഡ് മാസ്റ്റർ ആക്കുന്നത് ശരിയാണോ? അല്ല, പ്രൈവറ്റ് സ്കൂളാകുമ്പോ അതുകൊണ്ടെന്താ, നാട്ടിലൊരു നിയമവും ന്യായവും വേണ്ടേ? ഒരു നല്ല വക്കീൽ വാദിച്ചാൽ ഞാൻ ജയിക്കും. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും ഹെഡ് മാഷായി ഇരിക്കാനും പറ്റും. അന്വേഷിച്ചപ്പോ സത്യഭാമ കേസ് വാദിക്കുന്നത് നല്ലതെന്ന് എല്ലാരും പറയുന്നു. മോഹനേഷൻ സത്യഭാമയോട് ഒന്ന് പറയണം. മോഹനേഷൻ പറഞ്ഞാ ഭാമ കേൾക്കില്ലേ? പക്ഷേ ഒന്നും പറയരുത്. മോഹനേഷൻ എനിക്ക് വേണ്ടി ഇത് സാധിച്ചു തരണം. സ്കൂളുമായി ഒത്തുതീർപ്പിനുള്ള എല്ലാ ശ്രമവും ഞാൻ നടത്തിയതാ. അവര് വഴങ്ങാത്തതുകൊണ്ടാ ഇത് വേണ്ടി വന്നത്. ഭാമ ഈ കേസിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയാറില്ല. എനിക്ക് വേണ്ടി പറയണം. വേറെ ആര് ശുപാർശ ചെയ്താലും ഭാമ കേൾക്കില്ല. മോഹനേഷൻ പറഞ്ഞാലേ കേൾക്കൂന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ടാ ഞാൻ തന്നെ കാണാൻ വന്നത്. ഞാൻ പറഞ്ഞ അവള് കേൾക്കും. അപ്പൊ ഇത് സാധിച്ചു തന്നേ പറ്റൂ. കേസിന്റെ കാര്യം ഭാമയോട് പറയാൻ മറന്നില്ല. വേലായ സ്ഥലപ്പ് പിടിച്ച് നന്നായി. വരുന്നയാളുടെ ഗതികേടോ കണ്ണീരോ മോഹനേട്ടനെ സ്വാധീനിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഈ കോടതിക്കാരും. മരിച്ച ദാസപ്പന്റെ ഭാര്യയുടെ കണ്ണീര് കണ്ട് മനസ്സലിഞ്ഞ് സുധാകരനെ ശിക്ഷിക്കാൻ ജഡ്ജിക്കും പറ്റില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് അന്യായമാണ്. നിങ്ങൾ വക്കീലന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ 100% ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. സത്യത്തിൽ സുധാകരന് വേണ്ടി കേസ് വാദിച്ച ആ വക്കീലിനെയാണ് ആദ്യം പിടിച്ച് ജയിലിടേണ്ടത്. ഈശ്വര, ഇനിയിപ്പൊ കേസിന്റെ കാര്യം പറഞ്ഞാൽ അവള് സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പ്. ഇതെന്തിനാ? ഈ വക്കീലന്മാരെല്ലാം മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞത്. ചില വക്കീലന്മാരങ്ങനെയാണ്. കേസ് ജയിക്കാൻ വേണ്ടി കള്ളസാക്ഷികളെ ഉണ്ടാക്കും. പക്ഷേ മറ്റു വക്കീലന്മാർ നല്ല വക്കീലന്മാരുണ്ടല്ലോ. ഉദാഹരണത്തിന് നീ. ഞാനോ? നീ അത്തരം കള്ളക്കേസിന്റെ പിറകെന്ന് പോകില്ലാന്ന് എനിക്കറിയാലോ. പക്ഷെ ഒരു കേസിൽ ന്യായമുണ്ടെന്ന് കണ്ടാൽ നീ അതിലിടപെടും. അതാണല്ലോ നിന്റെ രീതി. അങ്ങനെയൊന്നുമില്ല. എന്നെ കേസേൽപ്പിക്കുന്ന കക്ഷി ജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ചിലപ്പോ ചില വളഞ്ഞ വഴികളൊക്കെ ഞാനും പ്രയോഗിക്കും. അല്ല, അതൊക്കെ എല്ലാ വക്കീലന്മാരും ചെയ്യുന്നതാണല്ലോ. ചിലപ്പോഴൊക്കെ അങ്ങനെ വേണ്ടി വരും. ഇപ്പൊ തന്നെ എനിക്ക് വേണ്ടപ്പെട്ട ആളുടെ കേസ് വന്നു എന്ന് കരുതുക. ആ കേസ് വാദിക്കുക എന്നുള്ളതും ജയിക്കുക എന്നുള്ളതും എന്നെ പോലെ തന്നെ നിന്റെയും ആവശ്യമാണല്ലോ. അപ്പൊ നീ അത് ഏറ്റെടുത്ത് വാദിച്ച് ജയിപ്പിക്കുമല്ലോ. ഇല്ലല്ലോ മോഹനേട്ടാ, ഞാൻ കേസ് വാദിക്കുന്നത് എനിക്ക് സൗകര്യമുള്ളപ്പോഴാണ്. അല്ലാതെ മറ്റുള്ളവരുടെ താല്പര്യത്തിന് എനിക്ക് കേസ് വാദിക്കാൻ പറ്റുമോ? അതിനി മോഹനേട്ടനല്ല, സാക്ഷാൽ ദേവേന്ദ്രമെന്ന് പറഞ്ഞാലും എനിക്ക് ബോധ്യപ്പെട്ട കേസുകളെ ഞാനിടും. അതെ അതെ. അയ്യോ, ഞാനിങ്ങനെ അധികം സംസാരിച്ചിരുന്നാൽ നിന്റെ ഇവിടുത്തെ ജോലി നടക്കില്ലല്ലോ. അടുക്കളയിലെ ജോലിയെല്ലാം നീ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമല്ലോ. സത്യത്തിൽ നീ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. ഈ അടുക്കള ജോലിയിലൊക്കെ നിന്നൊന്ന് സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കൊന്നും അറിയില്ലല്ലോ. അറിയാമായിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് ഒരു ജോലി ഞാൻ ചെയ്യില്ലായിരുന്നു. എന്നെ കളിയാക്ക അല്ല, ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന അടുക്കളയിൽ നിന്നെ സഹായിക്കണമെന്നും ഷർട്ടും മുണ്ടും തേക്കാൻ പഠിക്കണമെന്നൊക്കെ. പക്ഷെ അതിനൊക്കെ സമയം കിട്ടണ്ടേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുമെങ്കിലും എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാ. എങ്കിൽ ഇന്ന് മുതൽ നമുക്കൊരു കാര്യം ചെയ്യാം. അടുക്കളയിലെ ജോലിയെല്ലാം ഞാൻ മോഹനേട്ടനെ കൂടി പഠിപ്പിക്കാം. ഇന്നു മുതൽ മോഹനേട്ടൻ എല്ലാ ജോലിയിലും എന്നെ സഹായിക്കുന്നു. അല്ല, അത് നല്ലതാണ്. നല്ലതാണ്. നാളെ ആയാലോ? ഇന്നെന്താ കുഴപ്പം? ഇപ്പൊ തന്നെ നമുക്ക് തുടങ്ങാം. രക്ഷപ്പെട്ടു. ആരോ വന്നു. ഞാൻ ആരാണ് നോക്കട്ടെ. അപ്പോഴേക്കും നീ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയേ. ആരാ?
ആ നമസ്കാരം സാർ. എന്താ സുരേഷേ? ഞാൻ വക്കീലിനെ ഒന്ന് കാണാൻ വന്നതാ. വക്കീലില്ലേ? ആ ഉണ്ട്. എന്താ കേസ്? ഒരു അതിർത്തി തർക്കമാ. അയലത്ത് താമസിക്കുന്ന ഒരു ജോർജ് കുട്ടി എന്റെ പറമ്പിലേക്ക് കയറി മതിൽ പണിയാ സാറേ. എന്നിട്ട് പോലീസ് പരാതിപ്പെട്ടില്ലേ? പരാതിപ്പെട്ടു. പക്ഷെ അവരൊക്കെ അവന്റെ ഭാഗത്താ സാറേ. സ്റ്റേഷനിൽ ചെന്നപ്പോ SI പറയുക പരാതി ഉണ്ടെങ്കിൽ കോടതി പോവാൻ. ഭാമ കേസ് വാദിക്കുന്ന പറഞ്ഞായിരുന്നോ? ഇല്ല, വക്കീലൊന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഒരു പ്രശ്നമുണ്ട് സുരേഷ്. ആ, ഈ ഭാമ സാധാരണ ഇത്തരം കേസൊന്നും എടുക്കാറില്ല. അല്ല, അതിന്റെ ആവശ്യം അവൾക്കില്ല. വലിയ വലിയ കേസൊക്കെ വാദിക്കുന്ന വലിയ വക്കീലാണല്ലോ അവൾ. അപ്പോ അതിർത്തി തക്കം പോലെ ഒരു ചെറിയ കേസ് വാദിക്കാനുള്ള സമയമൊന്നും അവൾക്ക് ഉണ്ടാവില്ല, താല്പര്യം കാണില്ല. പക്ഷേ സുരേഷിനെ എനിക്ക് വർഷങ്ങളെ അറിയാവുന്ന ആളാണല്ലോ. അങ്ങനെയുള്ള സുരേഷിന് ഒരു ആവശ്യം വരുമ്പോ എന്റെ ഭാര്യ സഹായിച്ചില്ലെങ്കിൽ അതിന്റെ പ്രയാസം എനിക്കാണല്ലോ. ഒരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടാണ് സുരേഷ് ഈ കേസുമായി ഭാമയെ കാണാൻ വന്നതെന്ന് ഭാമയോട് പറയണം. അതെന്തിനാ? ഞാൻ പറഞ്ഞില്ലേ, ഇത്തരം നിസ്സാര കേസുകളൊന്നും ഭാമ വാദിക്കാറില്ല. പക്ഷേ ഞാനൊരു കേസ് വാദിക്കാൻ പറഞ്ഞാൽ വാദിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ അവളുടെ ഭർത്താവാണല്ലോ. അവൾക്ക് എന്നോടാണെങ്കിൽ ഭയങ്കര ബഹുമാനവുമാണ്. അപ്പോ സുരേഷ് പറയണം, ഈ കേസുമായി ഏത് വക്കീലിനെ കാണണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മോഹനേഷ് സാർ പറഞ്ഞത്, ഈ കേസ് സത്യഭാമ ഏൽപ്പിക്കും സുരേഷേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇല്ലെങ്കിൽ ഈ കേസ് വേറെ ഏതെങ്കിലും വക്കീലിന് കൊടുത്തേനെ എന്ന്. മനസ്സിലായോ? അത് മാത്രമല്ല, ഭാമയ്ക്ക് കേസ് കൊടുത്താൽ കേസ് ജയിക്കുമോ എന്ന് സുരേഷ് സംശയിച്ചപ്പോൾ മോഹനേഷ് സാർ പറഞ്ഞു, ഭാമ നല്ലതാണ്, ഭയങ്കരമായ ബുദ്ധിയാണ് എന്നൊക്കെ. അങ്ങനെ എന്റെ വാക്ക് കേട്ടാണ് സുരേഷ് ഇപ്പൊ ഇവിടെ വന്നത് എന്ന് സുരേഷ് ഭാമയോട് പറയണം. ഒരു കേസിന് അങ്ങനെയൊക്കെ പറയണോ? പറയണം, ഇല്ലെങ്കിൽ അവള് കേസ് സാധിക്കില്ല. ഭാമേ, ഞാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഒരാൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് സുരേഷ് ഈ കേസുമായിട്ട് ഇപ്പൊ ഇവിടെ വന്നത്. ശരി. അവൾ നല്ല വക്കീലാണെന്ന് പറഞ്ഞതും ഞാനാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് സുരേഷ് അത് വിശ്വസിച്ചതും. ആരാ മോനേട്ടാ? അത് നമ്മുടെ ബാബു സുരേഷ്. ഈ ഒരു കേസിന്റെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. സുരേഷിന്റെ അയൽക്കാരനുമായിട്ട് ഒരു അതിർത്തി തർക്കം. പോലീസിൽ പരാതിപ്പെട്ടിട്ടൊന്നും ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ഭാമ വക്കീലിനെ കാണണമെന്ന്. അങ്ങനെ വന്നതാ. നിങ്ങൾ സംസാരിച്ചോളൂ, ബാക്കിയെല്ലാം സുരേഷ് പറയും. പറഞ്ഞു. എന്താ സംഭവം സുരേഷ്? പോലീസുകാർ സഹായിക്കില്ല വക്കീലെ. അപ്പൊ കോടതി പോവാന്ന് വെച്ചു. അങ്ങനെ വക്കീലിനെ അന്വേഷിച്ചപ്പോ മോഹനേഷ് സാറാ പറഞ്ഞത് ഭാമ വക്കീലിനെ കേസ് ഏൽപ്പിക്കാൻ. ഭാമ വക്കീലിനെ കേസ് ഏൽപ്പിച്ചാൽ ജയിക്കുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ മോഹനേഷ് സാറ് പറഞ്ഞു വക്കീൽ ഭയങ്കര ബുദ്ധിയുള്ള വക്കീല, നല്ല വക്കീല എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. എന്താ ശിവല? ഇന്ന് നടക്കില്ല. ഉച്ച കഴിഞ്ഞ് താലൂക്ക് ഓഫീസ് കൊടുക്കാനുള്ള റിപ്പോർട്ട് എഴുതി തയ്യാറാക്കൊള്ളല്ലേ? ഇങ്ങനെ രാവിലെ വിളിച്ച് ലീവ് ഓർഡർ ഞാൻ ചെയ്യും. അത് നടക്കില്ല. ഒരു ചെറിയ തലവേദന വരുമ്പോഴേക്കും ലീവ് എടുക്കാനാണെങ്കിൽ കേരളത്തിലെ സർക്കാർ ഓഫീസിൽ ഒരു ജോലിക്കാർ കാണില്ലല്ലോ. നടക്കില്ല എന്ന് കെ മോഹനേഷ് സാറ് പറഞ്ഞ് നടക്കില്ല. ശിശുപാലന തലവേദന ലീവ് വേണമെന്ന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ വാശി പിടിക്കില്ലേ മോനേട്ടാ? ശിശുപാലനയുടെ പ്രായമായ ഒരാളല്ലേ. തലവേദന വെച്ചുകൊണ്ട് എങ്ങനെ ജോലിക്ക് വരിക? കുറച്ചുകൂടെ സ്നേഹമായിട്ട് പെരുമാറിക്കൂടായിരുന്നോ? എനിക്ക് ഇത്രയും സ്നേഹത്തിൽ പെരുമാറാൻ അറിയൂ. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ പെരുമാറിയത്. സുരേഷിനോട് എന്നെ പറ്റി എന്ത് നല്ല അഭിപ്രായം മോഹനോട് പറഞ്ഞത്. ഞാൻ നല്ല വക്കീലാണ്, ഭയങ്കര ബുദ്ധിയുള്ള വക്കീലാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? നിന്റെ കാര്യം, നീ എന്റെ ഭാര്യയല്ലേ. നിന്നെ പറ്റി മറ്റുള്ളവരോട് നല്ലത് പറയാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമല്ലേ? ഇത്രയും കാലം ഈ സ്നേഹമൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് മോഹനേട്ടൻ എന്നെ പറ്റി ഒരു കക്ഷിയോട് നല്ല അഭിപ്രായം പറയുന്നത്.
മോഹനേട്ടൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് കേസ് എന്നെ ഏൽപ്പിച്ചതെന്ന് സുരേഷ് പറഞ്ഞു. അതെ, ഇന്നലെ വഴിക്ക് വെച്ച് സുരേഷിനെ കണ്ടപ്പോ ഞാൻ വെറുതെ ചോദിച്ചു, സുരേഷ് എവിടെ പോകുന്നു എന്ന്. അപ്പൊ സുരേഷ് പറഞ്ഞു, സാറേ ഒരു വക്കീലിനെ കാണണം, ഒരു കേസുണ്ട് എന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കേസ് എന്റെ ഭാമ വക്കീലിനെ ഏൽപ്പിച്ചൂടെ, അവൾ വളരെ നല്ലൊരു വക്കീലാണ് എന്ന്. പക്ഷെ സുരേഷിന്റെ മുഖത്തൊരു സംശയം. അല്ലാതെ കുറ്റപ്പെടുന്ന കാര്യമില്ല, ആരും അവനോട് പറഞ്ഞിരിക്കുക നീ അത്ര നല്ല വക്കീലൊന്നും അല്ല, കേസൊന്നും ഇല്ലാത്തൊരു സാധാ വക്കീലാണ്. അത് കേട്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെങ്കിലും എന്റെ ഭാര്യയെ പറ്റി പുറത്തൊരാള് മോശം അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, ഭാമ ഈ നാട്ടിലെ ഏറ്റവും അധികം ബുദ്ധിയുള്ള വക്കീലാണ്, അവളെ ധൈര്യമായി കേസ് ഏൽപ്പിച്ചോളൂ സുരേഷേ എന്ന്. ആദ്യമൊന്നും സുരേഷ് സമ്മതിച്ചില്ല, പക്ഷെ ഞാൻ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. സത്യം പറഞ്ഞാ എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോഹനേട്ടൻ എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടാവും ഞാൻ കരുതിയതേ ഇല്ല. രാവിലെ മറ്റു വക്കീലന്മാരെയൊക്കെ കുറ്റം പറഞ്ഞ മോഹനേട്ടന് എന്നെ ഇത്ര വിശ്വാസമാണെന്ന് ഞാൻ അങ്ങനെ കരുതും. ഒരു വീടാവുമ്പോ അങ്ങനെയല്ലേ വേണ്ടത്, പരസ്പരം സഹായിക്കണം. നിനക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് കേസുകൾ ഞാൻ പിടിച്ചു തരും. എന്റെ ഭാര്യ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ വക്കീലാണെന്ന് എല്ലാവരും പറയണം. സന്തോഷായില്ലേ? മോഹനേട്ടന്റെ ഈ മാറ്റമാണ് ഭയങ്കരം. എന്തായാലും അടുക്കള സഹായിക്കാമെന്ന് മോഹനേട്ടൻ എന്ന് ആദ്യമായിട്ടല്ലേ പറഞ്ഞത്. മോഹനേട്ടൻ വാ, ഞാൻ കഴിക്കാനുള്ള എടുക്കുമ്പോഴേക്കും ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കും. ഞാൻ വരാം. നീ പറയുന്ന ഏത് കാര്യവും ഞാൻ സാധിച്ചു തരും. അല്ലെങ്കിലും അടുക്കളയിൽ ഭാര്യയെ സഹായിക്കുന്ന ഭർത്താവ് എന്നല്ല ഭർത്താവല്ലേ. പെട്ടെന്ന് വാട്ടോ. സഹായിച്ചണക്ക് എന്നെ, വേറെ വഴിയൊന്നും ഇല്ലാത്തോണ്ടാണ്. ആദ്യം വേലായുധ സാറിന്റെ കേസ് നീ ഏറ്റെടുക്ക, അപ്പൊ കാണാം. ഹലോ, മോഹനേഷനാണോ? അതെ, കെ മോഹനേഷ സാറാണ്. മോഹനേഷ, ഞാനാ വേലായുധൻ. സാറ് വിളിച്ചെന്ന് ഭാമ പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞ ആ കേസിന്റെ കാര്യം ഭാമയോട് പറയാൻ ഞാൻ മറന്നുപോയി. അത് ഇപ്പൊ തന്നെ പറഞ്ഞ് അതങ്ങ് ശരിയായിക്കോളാം. അത് വേണ്ട മോഹനേഷ. എന്താ? അത് വേണ്ടെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. കേസ് ഒത്തീർപ്പായി. ഇനിയിപ്പോ കേസും വഴക്കും ഒന്നും വേണ്ട. ഇത് പറയാനാ ഞാൻ നേരത്തെയും വിളിച്ചത്. ഈ പാത്രങ്ങളെല്ലാം ആദ്യം എടുത്തൊന്ന് കഴുകി വെക്കണം. അത് വരുമ്പോ മുറ്റത്തെ പൈപ്പിനടുത്ത് കുറച്ച് പാത്രം കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൂടി കഴുകിയിട്ടുണ്ടെങ്കിൽ ആ ജോലി അങ്ങ് തീർന്നു. മോഹനേട്ടനല്ലേ പറഞ്ഞത് പാത്രം കഴുകാൻ കൂടാം, അടുക്കളയിലെ എല്ലാ ജോലിയിലും ഞാൻ നിന്നെ സഹായിക്കാം, ഷർട്ടും മുണ്ടും തനിയെ തേക്കാൻ പഠിക്കാന്നൊക്കെ. ഒരു ഗതികേട് കൊണ്ട് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി എന്നുള്ള നേരാ. അപ്പോഴേക്കും നിനക്കതങ്ങ് ബോധിച്ചു. അമേ, നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ് കെ മോഹനേഷ സാറ്. എന്റെ ജോലി അടുക്കള കയറി പാത്രം കഴുകാനല്ല. എനിക്കും വേറെ ജോലി ഉണ്ടല്ലോ. എന്ത് ജോലി? കള്ളക്കേസ് വാദിക്കുന്ന ഒരു ജോലി. അമേ, നിന്നെ പോലുള്ള വക്കീലന്മാർ കാരണമാണ് നാട്ടിൽ കള്ളന്മാർ പെരുകുന്നതെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞേ ഉള്ളൂ. സത്യത്തിൽ നിങ്ങളെയൊക്കെ തൂലിട്ടടിക്കാൻ വേണ്ടത്. അപ്പോ ഞാൻ നല്ല വക്കീലാണ്, ബുദ്ധിയുള്ള വക്കീലാണെന്നൊക്കെ മോഹനോട് സുരേഷിനോട് പറഞ്ഞതോ? ഇപ്പൊ വന്നിട്ട് പോയ സുരേഷ്, ആ സുരേഷിന്റെ കേസ് എനിക്ക് പിടിച്ചത് മോഹനേട്ടൻ തന്നെയല്ലേ? അത് നിന്റെ ആഗ്രഹം. ഒരു പ്രത്യേക സാഹചര്യത്തില് എനിക്കിങ്ങനെ പറഞ്ഞു വന്നു. ഇപ്പൊ ആ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സത്യം പറയാം. സുരേഷ് ഞാൻ പറഞ്ഞിട്ടല്ല വന്നത്. ഞാൻ അങ്ങനെ സുരേഷിനോട് പറയില്ലായിരുന്നു. നിന്നെ പറ്റി സുരേഷ് എന്തെങ്കിലും എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ നിനക്ക് കേസ് വാദിക്കാനേ അറിയില്ലെന്ന് ഞാൻ പറയുമായിരുന്നു. നിന്നെ പറ്റിച്ച അത് മനസ്സിലാക്കാതെ നീ കരുതി നിനക്ക് ഞാൻ കേസ് പിടിച്ചു തരികയാണെന്ന്. ഒരുപാടങ്ങാളാവല്ലേ.
മോഹനേട്ടൻ ആദ്യം അടുക്കളയിൽ വന്ന് എന്നെ പറ്റി നല്ലത് പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. സുരേഷിന്റെ കേസിന്റെ കാര്യം കൂടി ആയപ്പോ എനിക്കത് ഉറപ്പായി. മോഹനേട്ടൻ മുറ്റത്തുനിന്ന് പോയതിനു ശേഷം ഞാൻ സുരേഷിനോട് എന്താ പറഞ്ഞതെന്ന് മോഹനേട്ടൻ അറിയാമോ? ആ, എന്നാ പറഞ്ഞു തരാം. ഓ, കൊള്ളാലോ, അതൊരു പുതിയ സംഭവമാണല്ലോ. ഞാൻ വക്കീലായിട്ട് വർഷം കുറച്ചായി. എനിക്ക് ഇതുവരെയായിട്ടും ഒരാളുടെ ശുപാർശ വേണ്ടി വന്നിട്ടില്ല. കക്ഷിക്ക് വക്കീലിനെ വിശ്വാസമില്ലാതെ നമുക്ക് കേസ് നടത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്റെ സാമർത്ഥ്യത്തിൽ സംശയമുള്ള സുരേഷിന്റെ കേസ് ഞാൻ വാദിക്കുന്നില്ല. അയ്യോ, അപ്പൊ തീർന്നല്ലോ സുരേഷിന്റെ പ്രശ്നം. അയ്യോ, അങ്ങനെ പറയരുത്. അങ്ങനെ ഞാൻ പറയും. സുരേഷിനെ പാട് നോക്കി പോവാൻ നോക്ക്. എനിക്ക് വേറെ ജോലിയുണ്ട്. വക്കീലെ, ചതിക്കരുത്. ഞാൻ സത്യമായിട്ടും വക്കീലിനെ കാണാൻ വന്നതാ. എനിക്ക് വക്കീലിനെ വിശ്വാസമാ. ഇവിടെ വന്നപ്പോ മോഹനേഷ് സാറ് പറഞ്ഞു, സാറ് പറഞ്ഞിട്ടാ കേസ് ഏൽപ്പിക്കുന്നത് എന്ന് പറയണമെന്ന്. സാറ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. വക്കീൽ ഈ കേസ് എടുക്കണം, പ്ലീസ്. സുരേഷ് എന്റെ കാല് പിടിച്ചു. മോഹനകൃഷ്ണ സാറിന്റെ ബുദ്ധിയായിരുന്നു അതൊക്കെ എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് എന്നെ പറ്റിച്ചു എന്ന് കരുതി വില്ലേജ് ഓഫീസർ കയറി ഞെളിയണ്ട. മനസ്സിലായില്ലേ? ആ, അതൊക്കെ പോട്ടെ. ശരിക്കും എന്തായിരുന്നു സാറിന് ഉദ്ദേശം? എന്തോ കാര്യമായിട്ട് സംഭവിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. വേലായുധൻ എന്നയാളുടെ കോള് വന്നതിന് ശേഷമാണ് മോഹനേട്ടനെ നിറം മാറിയത്. സെന്റ് മേരീസ് സ്കൂളിലെ വേലായുധൻ സാറിന് ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് നിന്നെ കൊണ്ട് വാദിപ്പിക്കണമെന്ന് സാർ എന്നോട് പറഞ്ഞു. ഇന്ന് സാറിന്റെ ഫോൺ വന്നപ്പോഴാണ് ഞാനത് ഓർത്തത്. അപ്പൊ പിന്നെ നിന്നെ സോപ്പിടുകയല്ലോ, എന്ത് ചെയ്യണ? ചുരുക്കി പറഞ്ഞാൽ നാട്ടിലെ വക്കീലന്മാരെല്ലാം കള്ളന്മാരാണ്. പക്ഷേ മോഹനേട്ടന് വേണ്ടപ്പെട്ടവർക്കും ഒരാവശ്യം വരുമ്പോൾ വക്കീലന്മാരെല്ലാം നല്ലവരും അല്ലേ? നല്ലതൊന്നുമല്ല. പക്ഷേ നീ കുറച്ച് നല്ല. ഇത്രയോ? ഇത്രയും കൂടെ ഉണ്ട്. ഇത്രയോ? അയ്യടാ, എന്തൊക്കെ പാടുപെട്ടതാണ് വില്ലേജ് ഓഫീസർ ഭാര്യയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ. വിദ്വാന്റെ ശ്രമം കൊണ്ട് വക്കീല് സന്തോഷിച്ചില്ല എന്ന് മാത്രമല്ല, ചെയ്തു കൂട്ടിയത് അത്രയും വെറുതെ ആകുകയും ചെയ്തു. സാരമില്ല, കുടുംബജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സമാധാനിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.